അമ്മ ചിരിക്കയില്ല. ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താ? അമ്മ വിഷമഘട്ടത്തിലോട്ടൊക്കെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ അവനൊരു കുഴപ്പമില്ല നല്ലതായിട്ട് നിൽക്കുന്നു. പക്ഷേ ജീവിതത്തിൽ കുറേ സ്ട്രഗിളാണ്. കൊച്ചിലെ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് മൊത്തത്തിൽ കത്തി നശിച്ചു പോയിട്ട് പിന്നെ ഉടുക്കുന്ന തുണികളില്ല, അതുപോലെ സ്കൂളിൽ പോകാനുള്ള ഉപകരണം എല്ലാം നശിച്ചു പോയ ഒരവസ്ഥയാണ്. അതിൽ നിന്നും കുറച്ച് ഒന്ന് മെച്ചപ്പെട്ട് വന്നപ്പം പിന്നെയും അടുത്തൊരു വീട് വെച്ച് അച്ഛൻ്റെ ഒരു വീതത്തിൽ വീട് വെച്ച് ഇങ്ങനെ മാറിയപ്പോഴാണ് പെങ്ങളുടെ കല്യാണം വന്നത്. പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളത് പണയം വെച്ചിട്ട് അത് ജപ്തിയായി. അതിനിപ്പം പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അന്നിപ്പം ജപ്തി വന്നപ്പോൾ അങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിട്ടിയ വിലക്ക് കൊടുക്കാൻ തുടങ്ങി. അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കണം. രാത്രി തന്നെ ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു. എന്തു മനുഷ്യരത്! ഇവരെ കൊണ്ട് എങ്ങോട്ട് പോകും. പെങ്ങളുടെ കാര്യമാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവിടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പം എല്ലാവരും അവള് ലോട്ടറി കടയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാനിപ്പം അവളെ പഠിപ്പിച്ചത് കൂടുതൽ മെച്ചപ്പെട്ട്. മോൾ എന്ത് പഠിച്ചതാ? TTC. പക്ഷെ എനിക്ക് എന്റെ പ്രേക്ഷകരിലേക്ക് പറയാൻ പറ്റും, നമുക്കൊരു ജോലി, ആ കുഞ്ഞിന് വളരണം, അതിനൊരു നല്ല ഭാവി വേണം അല്ലെ. അതിന് നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെ ഇവരെ സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യുക.